ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ബോണ്ട് ഡ്യൂറേഷൻ ആണ്. ബോണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജികളിൽ ഒന്നാണ് ബോണ്ട് ഡ്യൂറേഷൻ. ഓക്കെ, ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാറുണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി. അത്തരത്തിലുള്ള ബോണ്ട് മാനേജ്മെൻറ്റിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബോണ്ട് ഡ്യൂറേഷൻ. ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ്റെ കാൽക്കുലേഷൻ ക്ലിയർ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതിന് ചില സിഗ്നിഫിക്കൻസ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയും അതിനനുസരിച്ചുകൊണ്ട് ഒരു റാഷണൽ ഡിസിഷൻ നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ അതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബോണ്ട് ഡ്യൂറേഷൻ. എന്താണ് ബോണ്ട് ഡ്യൂറേഷൻ അല്ലേ? നമുക്ക് നോക്കാം ബോണ്ട് ഡ്യൂറേഷൻ്റെ മീനിങ് എന്താണ്. സോ ബോണ്ട് ഡ്യൂറേഷൻ മീൻസ് the time structure of a bond and its interest rate risk. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ, എത്ര സമയം കൊണ്ടാണ് അല്ലേ ഒരു ബോണ്ട് നിലനിൽക്കുക അല്ലേ. ടൈം സ്ട്രക്ചർ ഓഫ് എ ബോണ്ടിൻ്റെ ടൈം സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, നമുക്ക് വരാൻ സാധ്യതയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൻ്റെ ബോണ്ടിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസിൻ്റെ ടൈം സ്ട്രക്ചർ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഡ്യൂറേഷൻ, ബോണ്ട് ഡ്യൂറേഷൻ. സോ ദ ടൈം സ്ട്രക്ചർ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട്സ് ഈസ് ജനറലി എക്സ്പ്രസ് ഇൻ ടു വേസ്. രണ്ട് തരത്തിൽ ഈ ടൈം സ്ട്രക്ചർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഒന്നെന്താ, നമ്പർ 1, മോസ്റ്റ് കോമൺ വേ ഈസ് ഹൗ മെനി ഇയേഴ്സ് an investor has to wait to mature the bonds and get back his amount of investment. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ നമ്മൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ എന്താ, എത്ര പീരീഡ് കൊണ്ട് അല്ലേ, ഹൗ മെനി ഇയേഴ്സ് ദാറ്റ് ഇൻവെസ്റ്റർ ഹാസ് ടു വെയിറ്റ് ഫോർ ഗെറ്റിംഗ് ബാക്ക് ഹിസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഓർ ഇൻട്രസ്റ്റ്. അപ്പോൾ അയാൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അയാളുടെ വരുമാനം കിട്ടുന്നതിന് വേണ്ടി എത്ര സമയം എടുക്കുന്നു, ഇങ്ങനെ നമുക്ക് പറയാം. സോ ദിസ് ഈസ് നോൺ ആസ് ബോണ്ട്സ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി അല്ലേ. എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഒറിജിനലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ തിരിച്ച് കിട്ടുന്നത്, അതിന് നമ്മൾ എന്ത് പറയും, ഇയേഴ്സ് ടു മെച്യൂരിറ്റി എന്ന് പറയും. എന്ത് പറയും, ഇയേഴ്സ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ്. സിംപ്ലി എന്ത് പറയുക, മെച്യൂരിറ്റി പീരീഡ്. ക്ലിയർ? ഇത് സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചുള്ള മെച്യൂരിറ്റി പീരീഡാണ്. ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. എന്താ കാരണം, സിഗ്നിഫിക്കൻസ് ഇല്ല എന്നല്ല, ഉണ്ടാവും, പക്ഷേ അത്രത്തോളം ബോണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലിയർ? പക്ഷേ നമ്മൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെ വേറൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സോ the other way used to express is the time structure. ക്ലിയർ? ബോണ്ടിൻ്റെ ടൈം സ്ട്രക്ചറിന് മാറ്റാൻ നമ്മൾ കുറിക്കാൻ വേണ്ടി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇറ്റ് മെഷേഴ്സ് ആവറേജ് ടൈം റിക്വയർഡ് ടു റിക്കവറി ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. ക്ലിയർ? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, അത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാനുള്ള മെച്യൂരിറ്റി പീരീഡാണ്. രണ്ടാമതൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിനെന്ത് പറയാം, എങ്ങനെ രീതിയിൽ പറയാം, ടൈം സ്ട്രക്ചറായിട്ട് പറയുമ്പോൾ എത്ര പീരീഡ് കൊണ്ട്, എത്ര വർഷം കൊണ്ട്, നമ്മുടെ ആവറേജ് പീരീഡ്, എത്ര ആവറേജ് പീരീഡ് കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ബോണ്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ തിരിച്ച് നമുക്ക് കിട്ടുക. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെ ഒരു ടൈം സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് ബോണ്ട് ഡ്യൂറേഷൻ. ക്ലിയർ? ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ മീനിങ് പറയാൻ പറ്റും? സോ ബോണ്ട് ഡ്യൂറേഷൻ ഈക്വൽ ടു, so it can be expressed as, or it can be defined as the weighted average time of a bond and reflects the time required to recovery of the interest payment and principal. Clear? എത്ര സമയം കൊണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും പ്രിൻസിപ്പളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന
അതിൻ്റെ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? കാൽക്കുലേഷൻ ഓഫ് ബോണ്ട് ഡ്യൂറേഷൻ. അതിൻ്റെ മെഷർമെൻറ്റിന് എന്ത് പറയും നമ്മൾ? ബോണ്ട് ഡ്യൂറേഷൻ എന്ന് പറയും. Okay, so what is bond duration? So bond duration is nothing but weighted average period or weighted average life of a bond, weighted average period of a bond, clear, in which or through which all the expected amount of interest as well as principal will be received back, okay, or get back. So what is bond duration? How we can define it? So it can be defined as the weighted average period or weighted average life of a bond, clear, and it reflects the time required to recovery of the interest payment and principal amount. ഇപ്പം എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്? നേരത്തെ നോക്കിയിരിക്കുന്ന മെച്യൂരിറ്റി പീരീഡ് അല്ലേ, നമ്മൾ ആദ്യം നോക്കിയിട്ടുള്ള ഒന്നാമത്തെ ഇതിലെന്താ പറഞ്ഞത്? മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത് എന്താ? ബോണ്ട് ഡ്യൂറേഷൻ. ഇപ്പോൾ ഈ ഡ്യൂറേഷനും മെച്യൂരിറ്റി പീരീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ വാട്ട് സെൻസ് മെച്യൂരിറ്റി പീരീഡ് ആൻഡ് ബോണ്ട് ഡ്യൂറേഷൻസ് ആർ ഡിഫറെൻറ്റ്? നമുക്ക് ചിലപ്പോൾ ഒരു ലയമാനെ സമയത്തോളം നമ്മൾ പറയും അല്ലേ, ഒരു ബോണ്ടിന് 5 വർഷമാണ് കാലാവധി എന്ന് പറയുക, 5 ഇയർ ബോണ്ടാണെന്ന് വിചാരിക്കുക, ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 വർഷത്തെയല്ലേ മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞാലേ ബോണ്ട് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷനും ഒന്നാണോ? അല്ല. ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ നിന്ന് വേറെയാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വാല്യൂ ആണ്. ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേണ്ട, ഇഷ്യൂസിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ, ബോണ്ട് ഇഷ്യൂവിൻ്റെ സമയത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ എത്ര വർഷത്തേക്കുള്ള ബോണ്ടാണ്, 3 വർഷത്തേക്കാണോ 5 വർഷത്തേക്കാണോ 10 വർഷത്തേക്കാണോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്സ് duration, sorry, maturity period. But in respect of bond duration, we need to calculate the bond duration period. അപ്പോൾ ഡ്യൂറേഷൻ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ കാരണം? അതൊരു വെയ്റ്റഡ് ആവറേജ് പീരീഡ് ആണ് അല്ലേ, ഒരു വെയ്റ്റഡ് ആവറേജ് പീരീഡ് ആണ്, ക്ലിയർ. ആ വെയ്റ്റഡ് ആവറേജ് പീരീഡ്, ബോണ്ടിൻ്റെ വെയ്റ്റഡ് ആവറേജ് പീരീഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോണ്ടിൽ നിന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് അല്ലേ, അതെന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. എന്താണ് ക്യാഷ് ഇൻഫ്ലോസ്? നമുക്കറിയാം അല്ലേ, ബോണ്ടിൽ നിന്ന് എന്താണ് നമുക്ക് ഇൻവെസ്റ്റർക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുക? ഇപ്പോൾ ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും കിട്ടുക? ആനുവൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ എന്ത് കിട്ടും? മെച്യൂരിറ്റി പീരീഡിൽ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും അല്ലേ. ഇത് രണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടുന്ന ബെനിഫിറ്റ്സ് എപ്പോഴൊക്കെയാണ് കിട്ടുന്നത് അല്ലേ? എപ്പോഴാണ് കിട്ടുക? 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും, 2 വർഷം കഴിയുമ്പോൾ 2ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ ഓരോരോ വർഷത്തിലാണ് കിട്ടുന്നത്. എൻ്റെ ടൈം വാല്യൂ ഒന്നാണോ? എല്ലാ പൈസയും ഒരേ വാല്യൂവിലാണോ? അല്ല അല്ലേ. സമയം മാറുന്നതിനനുസരിച്ച് മണിയുടെ വാല്യൂവിലും ചേഞ്ച് ഉണ്ട്. സോ മണി വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, ക്ലിയർ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം എ ബോണ്ട് അല്ലേ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട് കിട്ടും. എന്താ കിട്ടുക? Intrinsic value, clear. So if we calculated the present values of all the cash flows from a bond, then we will be able to get the intrinsic value, the present value of a bond, PV of a bond, clear, or intrinsic value of a bond, clear. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ടിനെ, ക്ലിയർ, ഓരോന്നിനും നമ്മൾ ഇൻട്രിൻസിക് വാല്യൂയും കിട്ടിയിട്ടുണ്ടാവും അല്ലേ, പ്രസന്റ് വാല്യൂ കിട്ടിയിട്ടും ഉണ്ടാവും. ഓക്കെ, ഈ പ്രസന്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ, ഇൻഡിവിജ്വൽ ക്യാഷ് ഇൻഫ്ലോസിനെ, അതാത് വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസിനെ അതാത് വർഷത്തെ ടൈം പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അസൈൻ വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ വെയിറ്റ്, ഓരോ വർഷത്തിനും വെയിറ്റ് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയർ കിട്ടിയിരിക്കുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂവിൻ്റെ ഫസ്റ്റ് ഇയർ കൊണ്ടും, സെക്കൻഡ് ഇയറിൽ കിട്ടിയിരിക്കുന്നതിന് സെക്കൻഡ് ഇയർ കൊണ്ടും, തേർഡ് ഇയറിൽ കിട്ടിയിരിക്കുന്നതിന് തേർഡ് ഇയർ കൊണ്ടും, ഇങ്ങനെ ഓരോ വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ക്ലിയർ. പീരീഡ് 1, 2, 3, 4 വെച്ച് മൾട്ടിപ്ലൈ. ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ടൈം അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ, ഇതിന് പറയുന്ന പേരാണെന്ത്? ടൈം അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. അതിനെ ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് എ ബോണ്ട്, ക്ലിയർ. ടൈം അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് വാല്യൂ ഓഫ് എ ബോണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് the bond duration. So bond duration is a calculated value by applying certain formula, clear. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നു. എന്തിനാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്? എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്? അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് മെഷർ ചെയ്യുന്നു? ഇറ്റ് റിഫ്ലെക്ട്സ് ദ ടൈം, ക്ലിയർ.
ടൈം റിക്വയർഡ് ടു റിക്കവറി ഓഫ് അവർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. നമ്മളുടെ പ്രതീക്ഷിക്കുന്ന ഒരു ബോണ്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോസ്, ക്ലിയർ, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടും, ക്ലിയർ, ടൈം റിക്വയർഡ്. അപ്പോൾ 5 വർഷമുള്ള, നോർമലി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം അല്ലേ, 5 വർഷമുള്ള ഒരു ബോണ്ടാണെന്ന് വിചാരിക്കുക. അത് 5 വർഷം കൊണ്ടല്ലേ മുഴുവൻ തിരിച്ചു കിട്ടുള്ളൂ. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ 5ാമത്തെ വർഷം മുഴുവൻ കിട്ടില്ലായിരിക്കും. പക്ഷേ നമ്മുടെ പ്രതീക്ഷയുമായി അതിനെ കോറിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 4.5 ഇയേഴ്സ് കിട്ടും, 4.3 ഇയേഴ്സ് കിട്ടും, 4.2 ഇയേഴ്സ് കിട്ടും, അല്ലെങ്കിൽ 4 ഇയേഴ്സ് കിട്ടും, ക്ലിയർ. അല്ലെങ്കിൽ 5നേക്കാളും കൂടുതലായിരിക്കാം, 5 വർഷത്തേക്കാളും കൂടുതലായിരിക്കാം. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് അവർ ചേഞ്ച് ഇൻ എക്സ്പെക്ടേഷൻ, ചേഞ്ച് ഇൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ, ചേഞ്ച് ഇൻ ദ എക്സ്പെക്റ്റഡ് റിക്വയർഡ് റേറ്റ്, ക്ലിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഈ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റ്, ക്ലിയർ, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂവിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ക്ലിയർ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇതിൽ വരാവുന്ന വേരിയേഷൻ. ഒരു ഇൻവെസ്റ്റർക്ക് ചിലപ്പോൾ 10% മതി ഉണ്ടാവും, വേറൊരു ഇൻവെസ്റ്റർക്ക് ചിലപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടാവും, ക്ലിയർ. ഇങ്ങനെ വരാവുന്ന ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ ഡിഫറൻസും ഉണ്ട്, ക്ലിയർ. അതിൻ്റെ കൂപ്പൺ പേയ്മെൻറ്റ്സും ക്യാഷ് ഫ്ലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡിനേക്കാളും, മെച്യൂരിറ്റി ഇയറിനേക്കാളും കുറവാവുകയോ കൂടാവുകയോ ചെയ്യും. എന്ത്? ബോണ്ട് ഡ്യൂറേഷൻ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3, 4 ബോണ്ട് ഉണ്ട് മാർക്കറ്റിൽ. ഇതിൽ ഏത് ബോണ്ട് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ ബോണ്ട്, 4 ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്, 4 ഡിബഞ്ചറുകൾ വാങ്ങിച്ചിട്ടുണ്ട്, 4 കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങിച്ചിട്ടുണ്ട്, ക്ലിയർ. നമുക്ക് ഒരു കമ്പനിയുടെ ഡിബഞ്ചറിനെ ഒഴിവാക്കണം, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഏത് കമ്പനിയുടെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളൊരു ബോണ്ട്, ഒരു കമ്പനിയുടെ കൂടെ 5ാമതൊരു കമ്പനിയുടെ കൂടെ ബോണ്ടോ ഡിബഞ്ചറോ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോണ്ടിനെ മാനേജ് ചെയ്യുന്ന സമയത്ത്, ക്ലിയർ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൾ പറയുന്നു, ക്ലിയർ. എന്താ പറയണത്? ഒരു ബോണ്ട് ഡ്യൂറേഷൻ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിനേക്കാളും കുറവാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. അതിൻ്റെ അർത്ഥം എന്താ? 5 വർഷമുള്ള ഒരു ബോണ്ട് 4 വർഷം കൊണ്ട് അതിൻ്റെ പൈസ മുഴുവൻ തിരിച്ചു കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും നമ്മുടെ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോസും 4 വർഷം കൊണ്ട് തന്നെ തിരിച്ചു കിട്ടുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ബോണ്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ക്ലിയർ. അപ്പോൾ 5 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് തന്നെ നമുക്ക് റിക്കവറി ആയി, ക്ലിയർ. ഇപ്പോൾ 1 വർഷം എക്സ്ട്രാ ആണ്. അപ്പോൾ അങ്ങനെ ബോണ്ട് ഡ്യൂറേഷൻ മെച്യൂരിറ്റി പീരീഡിനേക്കാളും കുറവാണ് നോക്കും. പിന്നെ 2-3 ഡിബഞ്ചറുകളുണ്ട്, അതിലൊക്കെ ബോണ്ട് ഡ്യൂറേഷൻ മെച്യൂരിറ്റി പീരീഡിനേക്കാളും കുറവാണ്. എങ്കിൽ നമ്മൾ എന്തെടുക്കും? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നല്ല ബോണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ സെലക്ട്, ക്ലിയർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ബോണ്ട് വിച്ച് ഈസ് ഹാവിങ് ദി ലീസ്റ്റ് ബോണ്ട് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ബോണ്ട് ഡ്യൂറേഷൻ കുറവായിട്ടുള്ള, ക്ലിയർ, മറ്റുള്ളതിനേക്കാളും കുറവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കും, പ്രൊവൈഡഡ് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും എമൗണ്ടും റിട്ടേണും ഒക്കെ സെയിം ആണെങ്കിൽ, ക്ലിയർ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ബോണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡെഫിനേഷൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഡെഫിനേഷൻ? സോ ഡ്യൂറേഷൻ, ബോണ്ട് ഡ്യൂറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വെയ്റ്റഡ് ആവറേജ് ലൈഫ് ഓഫ് ദ ബോണ്ട് and it reflects the time required for recovery of interest as well as the principal, clear. ഇതാണ് ബോണ്ട് ഡ്യൂറേഷൻ. ഇപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജ് പീരീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറേഷൻ ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ദാറ്റ് വിൽ റിസൾട്ട് ഫ്രം എ 1% ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിന് വേറൊരു സിഗ്നിഫിക്കൻസ് കൂടെയുണ്ട്, ക്ലിയർ. എന്താണത്? മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസ് എന്തുമാത്രം ചേഞ്ച് ചെയ്യും എന്നുള്ളതിന്, ക്ലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡിസ്കസ് ചെയ്യുമ്പോൾ പറയണ്ടായി. ബോണ്ടിൻ്റെ അല്ലേ, ബോണ്ട് പ്രൈസ് തിയറംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ബോണ്ടിൻ്റെ പ്രൈസിന് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡുമായിട്ട് അല്ലേ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടൊക്കെ ചില ബന്ധമുണ്ട്, ക്ലിയർ. അതനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റേറ്റ് 1% കൂടുകയാണെന്ന് വിചാരിക്കുക, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ, ക്ലിയർ, ബോണ്ട് ഡ്യൂറേഷൻ എത്ര ശതമാനം, അല്ലെ, ബോണ്ടിൻ്റെ പ്രൈസ് എത്ര ശതമാനം, ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. എത്ര ശതമാനം കൊണ്ട് കുറയും? അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? അപ്പോൾ അതറിയാൻ വേണ്ടി ബോണ്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോണ്ട് ഡ്യൂറേഷൻ്റെ പീരീഡ് 5 വർഷം മെച്യൂരിറ്റിക്ക് ബാക്കിയുണ്ടെന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? അതനുസരിച്ചിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയും, ക്ലിയർ. മെച്യൂരിറ്റി പീരീഡ് അടുക്കുന്തോറും അല്ലേ, ബോണ്ടിൻ്റെ വാല്യൂവിലെ കുറവ് അല്ലെങ്കിൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് വാല്യൂയിലേക്ക് വരും, ക്ലിയർ. അതുകൊണ്ട് മെച്യൂരിറ്റി പീരീഡ് കൂടുതലാണെങ്കിൽ, ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ അല്ലേ, എൻ്റെ ഡിസ്കൗണ്ടും കുറയുന്നതും എന്തായിരിക്കും? കൂടുതലായി. അപ്പോൾ അതനുസരിച്ച് വരികയാണെങ്കിൽ 5 ഇയർ ഡ്യൂറേഷനാണ് കിട്ടുമെന്ന് വിചാരിക്കുക.
ബോണ്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 5 years. ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഇയേഴ്സിലാണ് കേട്ടോ, വർഷത്തിലാണ്. അപ്പോൾ 5 വർഷത്തെ ഡ്യൂറേഷനുള്ള ഒരു ബോണ്ടാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1% ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് 5% കുറയാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ തിരിച്ചും വരാം അല്ലേ. സോ 1% fall in interest rate will result into a 5% increase in bond price, bond value. Clear? അപ്പം ഇങ്ങനെ നമുക്ക് ചില ഇൻഡിക്കേഷൻ ഇൻഫറൻസ് എടുക്കാനും ഇത് പറ്റും. ഇങ്ങനെയുള്ളൊരു പർപ്പസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ബോണ്ട് ഡ്യൂറേഷൻ. ക്ലിയർ? സോ ആൻഡ് വാട്ട് ഈസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ബോണ്ട് ഡ്യൂറേഷൻ? സോ ഇവിടെ നമുക്ക് വിസിബിൾ ആണ് അല്ലേ. ബോണ്ട് ഡ്യൂറേഷൻ ഈക്വൽ ടു ഡി ഈക്വൽ ടു ഡ്യൂറേഷൻ നമ്മൾ പറയുന്നത് ഡി ഈക്വൽ ടു C1 divided by 1 plus R raised to T, here, divided by P0, then C2 divided by 1 plus R raised to 2 divided by P0 up to ഏതുവരെ CT divided by 1 plus R raised to T divided by P0 into T. ഇത് ക്യാപിറ്റൽ ലെറ്റർ T. ക്ലിയർ? ഇത് ടൈം പീരീഡ്, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും P0 ഒക്കെ ഒഴിവാക്കി എന്ന് വിചാരിക്കുക. P0 ഒഴിവാക്കി ഇത്രയും പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലോ കിട്ടും അല്ലേ. എന്താ അവിടെ? റേറ്റ്. ഞാൻ എൻ്റെ നൊട്ടേഷൻ കൂടെ പറയാം, എന്നിട്ട് നമുക്ക് എൻ്റെ ഫോർമുലയിലേക്ക് വരാം. ക്ലിയർ? ഒന്നുകൂടെ വരാം. സോ വാട്ട് ആർ ദ നൊട്ടേഷൻ? ഡി എന്താണ്? ഡി ഈക്വൽ ടു ബോണ്ട് ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം ഡ്യൂറേഷൻ. സി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ആൻഡ് ഫ്ലോ, ക്യാഷ് ഫ്ലോസ്. സി സ്റ്റാൻഡ്സ് ഫോർ ക്യാഷ് ഫ്ലോ. അപ്പോൾ C1 എന്താ? ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ. C2 എന്താ? സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ അല്ലേ. ക്യാഷ് ഇൻ ഫ്ലോ ആണ്, ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ C5 എന്തായിരിക്കും? 5th ഇയറിലെ ക്യാഷ് ഇൻ ഫ്ലോ. ക്ലിയർ? ദെൻ അവസാനം മെച്യൂരിറ്റി ഇയറിൽ എന്താണ് വരിക? ഇൻട്രസ്റ്റും കിട്ടും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിലുള്ള ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഫ്ലോ എന്ന് പറയുന്നത് എന്താ? ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും. ക്ലിയർ? റിഡംഷൻ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ശരി. എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് ഈൽഡ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താണോ റേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്, കറണ്ട് ഈൽഡ് ആണെങ്കിൽ കറണ്ട് ഈൽഡ് കൊണ്ട്, ഈൽഡ് ടു മെച്യൂരിറ്റി ആണ് തന്നിരിക്കുന്നത്, ഈൽഡ് ടു മെച്യൂരിറ്റി കൊണ്ട്, ഓർ അതർവൈസ് മിക്കവാറും ഈൽഡ് ടു YTM കൊണ്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് എന്ന് കൂടെ അതിനെ പറയാം. ഓക്കെ, ഇപ്പോൾ റിക്വയർഡ് റേറ്റ് ആണ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. സോ ഈക്വൽ ടു ഡിസ്കൗണ്ട് റേറ്റ്. ക്ലിയർ? ദെൻ T എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ഇയർ, ടൈമിന് വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ക്ലിയർ? സോ T. Then what is next? PV അല്ലേ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. PV ബ്രാക്കറ്റിൽ C കൊടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. P0 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്തുകൂടെ പറയാം? ദിസ് ക്യാൻ ബി അതർവൈസ് കോൾഡ് ആസ് ഇൻട്രിൻസിക് വാല്യൂ, പ്രസന്റ് വാല്യൂ ഓഫ് ദ ബോണ്ട്. ക്ലിയർ? പ്രസന്റ് വാല്യൂ ഓഫ് ദ ബോണ്ട് എന്നോ ഇൻട്രിൻസിക് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സം ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നൊട്ടേഷൻസ്. ഇനി നമ്മൾ ഫോർമുലയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല വന്നു അല്ലേ. ഇപ്പോൾ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. C1 divided by 1 plus R raised to T 1 plus C2 divided by 1 plus R raised to 2 അല്ലേ, പ്ലസ് CN അല്ലെങ്കിൽ CT divided by 1 plus R raised to T. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. ക്ലിയർ? എല്ലാവരും ഓക്കെ. അതിനോടൊപ്പം എന്ത് ചെയ്യുക? ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി T കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ടൈം അഡ്ജസ്റ്റഡ്. എന്താ പറയുക? ടൈം ക്ലിയർ? അഡ്ജസ്റ്റഡ് ക്യാഷ് present value of time adjusted present value of cash flows. Okay, so time adjusted present value of cash flows ആണ് ഈ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റഡ് ആയി. ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാത്ത മുമ്പ് എന്താ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ? ദാറ്റ് ഈസ് ഇത്രയും പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും പോർഷൻ എന്താ? These are all present value of cash inflows. Clear? അല്ല ടി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? ടൈം അഡ്ജസ്റ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആയി അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അല്ലേ. അപ്പോൾ ആ ഡിനോമിനേറ്റർ കൂടെ എടുക്കുകയാണെങ്കിൽ അവിടെ P0 വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്നായിട്ട് തന്നെ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് പറയാനേ? ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ
പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട് എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ടൈം അഡ്ജസ്റ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ക്ലിയർ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോണ്ട്. ഓക്കെ, അതിനെയാണ് എന്ത് പറയണത്? ബോണ്ട് ഡ്യൂറേഷൻ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബോണ്ട് ഡ്യൂറേഷൻ കിട്ടുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടും പറയാം. ഈ ഫോമുല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം? സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് പറയാം. എങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂറേഷൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ്. ക്ലിയർ? സോ ഇവിടെ സമ്മേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പം സമ്മേഷൻ എന്താ? കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ, കുറേ വശത്തെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ സമ്മ് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതെന്താ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ അല്ലേ? C1 ഡിവൈഡ് ബൈ 1 പ്ലസ് R/2, C2 ഡിവൈഡ് ബൈ 1 പ്ലസ് R/2. ക്ലിയർ? അങ്ങനെ ഓരോ വശത്തെയും ചെയ്ത് അപ് ടു n പീരീഡ് വരെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? T കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ P0. ക്ലിയർ? ഇങ്ങനെയും ചെയ്യാം. ഓർ അതർവൈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ P0 ആദ്യം ചെയ്യാം. ഇത്രയും പോർഷൻ ആദ്യം ചെയ്യാം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യാം? ഈ കിട്ടുന്ന വാല്യൂവിനെ കൊണ്ട് T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ച് അതിനെ P0 അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്യാം. ഓക്കെ, ശരി. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, illustration number 19. ഓക്കെ, illustration number 19 നോക്കും. എന്താണ് അതിൽ പറയുന്നത്? എ ബോണ്ട് ഓഫ് ₹1,000 par value with a 7% coupon having a maturity period of 4 years is issued. Clear? Then bond currently yields 6%. Okay, calculate the duration of the bond. ഇപ്പോൾ കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ? അവരെ പ്രതീക്ഷിക്കുന്ന ഈൽഡ് ഇപ്പോൾ കിട്ടാനുള്ള സാധ്യതയുള്ള 6% അവരുടെ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അവർ പ്രതീക്ഷിക്കുള്ളൂ, കൂടുതൽ പ്രതീക്ഷിക്കുമോ? ഇല്ല. സോ 6% ആണ് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ? ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6% ആയിട്ട് എടുക്കും. കൂപ്പൺ റേറ്റ് എത്രയാണ്? 7% ആണ്. അപ്പോൾ 7% വെച്ച് നമ്മൾ കൂപ്പൺ കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് ഫേസ് വാല്യൂ? ഇറ്റ് ഈസ് ₹1,000 ആണ്. അപ്പോൾ ₹1,000 എന്ത് ചെയ്യണം? 7/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ പലിശ കിട്ടും. ക്ലിയർ? ₹70 കിട്ടും, ₹70. സോ ദിസ് ₹70 ഈസ് ദി ആനുവൽ ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും? 4 വർഷമാണ് മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ 1, 2 അല്ലേ? 1, 2, 3, 4 വർഷത്തേക്കായിട്ട് ₹70 കിട്ടും. പ്ലസ് 4ാമത്തെ വർഷം എന്ത് കൂടെ കിട്ടും? ₹1000 കിട്ടും. അപ്പോൾ 4ാമത്തെ വർഷം എത്ര കിട്ടുക? 1000 + 70 ₹1070 കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ക്യാഷ് ഫ്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ടേബിൾ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തുകൊണ്ടാണ്? മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും അല്ലേ? നമ്മളെ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ടേബിൾ, ഇപ്പോൾ നമ്മൾ ഹെഡിങ് എന്താ കൊടുക്കുക? സോ ടേബിൾ ഷോയിങ് ബോണ്ട് ഡ്യൂറേഷൻ എന്താ കൊടുക്കുക? ടേബിൾ അല്ലേ? ഷോയിങ് ബോണ്ട് ഡ്യൂറേഷൻ. ക്ലിയർ? ബോണ്ട് ഡ്യൂറേഷൻ. അപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ്റെ ടേബിൾ നമ്മൾ എഴുതി താഴെ. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു പോവാം. എന്നിട്ട് വേറെ ആൾട്ടർനേറ്റ് മെത്തേഡ് കൂടെ നോക്കാം. ക്ലിയർ? ശരി. ഇവിടെ എന്തൊക്കെയാണ് കോളംസ് ആവശ്യമുള്ളത്? ഇയർ കോളം വേണം അല്ലേ? നമ്മൾ സ്ക്രീനിൽ കാണുന്ന നോക്കൂ. ക്യാഷ് ഫ്ലോ കോളം വേണം. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 6% അല്ലേ? ഡിസ്കൗണ്ട് റേറ്റ് ആണ്. എന്താ ഡിസ്കൗണ്ട് റേറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഡിസ്കൗണ്ട് റേറ്റ് എന്നോ റിക്വയർഡ് റേറ്റ് എന്നോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ക്ലിയർ? ഇങ്ങനെ തന്നിരിക്കുന്ന അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിസ്കൗണ്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് കൂപ്പൺ റേറ്റ് എടുക്കാമെന്ന്? കൂപ്പൺ റേറ്റ് ഫിക്സഡ് ആണ്. ക്ലിയർ? പക്ഷേ ഡിസ്കൗണ്ട് റേറ്റ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? എക്കണോമിയിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച്, ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും, റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ 6% ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള രീതിയിൽ 6% എടുക്കുന്നത്. ക്ലിയർ? അടുത്തത് എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ. ഇത് കണ്ടുപിടിക്കണം. പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ PVF എടുത്തു കഴിഞ്ഞാൽ അടുത്തത് പ്രസൻറ്റ് വാല്യൂ. ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഈ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു ക്ലിയർ എന്ത് ചെയ്യണം?
പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു P0. സോറി, നമുക്ക് കിട്ടിയിരിക്കുന്ന അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ P0. അപ്പോൾ ഇവിടെ ഇൻട്രിൻസിക് വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ അതിനുശേഷം അടുത്ത കോളം എന്താണ്? ടൈം അഡ്ജസ്റ്റഡ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ടൈം അഡ്ജസ്റ്റഡ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു T, ടൈം അഡ്ജസ്റ്റ്. ക്ലിയർ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിൻ്റെ സമ്മേഷനാണ്, ഇതിൻ്റെ ടോട്ടലാണ് ഡ്യൂറേഷൻ. അതല്ലാത്ത രീതിയിൽ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം. എങ്ങനെ? ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോസ്, ടൈം അഡ്ജസ്റ്റഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ബോണ്ട്. അങ്ങനെ എഴുതിയിട്ടും ചെയ്യാം, അപ്പോഴും അതേ ആൻസർ തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ എനിവേ നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന അതേ മെത്തേഡിൽ ആദ്യം എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇയറിൻ്റെ എഴുതി അല്ലേ? നമുക്കറിയാം 1000 രൂപയുടെ ബോണ്ട് 4 വർഷത്തെയാണ് മെച്യൂരിറ്റി. ഇപ്പോൾ 1, 2, 3, 4 എഴുതി. ക്ലിയർ? ഇപ്പോൾ സോ ദീസ് ആർ ഓൾ ദി പീരീഡ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻഫ്ലോ കോളം ഫില്ല് ചെയ്യണം അല്ലേ? ആദ്യത്തെ വർഷം 70 രൂപ, സെക്കൻഡ് ഇയർ 70, തേർഡ് ഇയർ 70, ഫോർത്ത് ഇയർ വരുമ്പോൾ 70 + 1000, ദാറ്റ് ഈസ് 1070 അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുത്തിട്ട് PVF എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് വാല്യൂ ആണ് അല്ലേ? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അപ്പോൾ 6% ഒന്നാമത്തെ വർഷത്തെ നോക്കുന്നു, അതിൻ്റെ ഫാക്ടർ എടുത്ത് തരുന്നു. രണ്ടാമത്തെ വർഷത്തെ നോക്കുന്നു, അതിൻ്റെ ഫാക്ടർ എടുത്ത് തരുന്നു. മൂന്നാമത്തെ വർഷത്തെ നോക്കുന്നു, അതിൻ്റെ ഫാക്ടർ എടുത്ത് തരുന്നു. നാലാമത്തെ വർഷത്തെ ഫാക്ടർ എടുത്ത് തരുന്നു. ക്ലിയർ? ഇതെല്ലാം ടേബിൾ 1 അല്ലേ? നമ്മൾ നേരത്തെ നോക്കി ടേബിൾ 1. ക്ലിയർ? ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, PV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു PVF. ക്ലിയർ? ഓരോന്നും ചെയ്തു വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ വർഷം 66.01, പിന്നെ 62.3, 58.8, 847.44, ഇങ്ങനെ വാല്യൂസ് കിട്ടി. ക്ലിയർ? ഇനി എന്താണ് അടുത്തത്? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ, പ്രസൻറ്റ് വാല്യൂവിനെ സം ചെയ്യുക, ടോട്ടൽ ചെയ്യുക അല്ലേ? എന്തിനാണ് ടോട്ടൽ ചെയ്യുന്നത്? ഈ ടോട്ടലാണ്, ഇതിൻ്റെ സമ്മേഷൻ്റെ ടോട്ടലാണ് എന്ത് പറയുക? ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ P0 = ഇതിന് നേർക്ക്, ക്ലിയർ? PVയുടെ നേർക്ക് നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ P0 = ഇതിൻ്റെ സമ്മേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ് നോക്കൂ? 66.01 പ്ലസ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ 1034.55. ഇതാണ് ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ? ഇതൊക്കെ ഇൻഡിവിജ്വൽ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. താഴെ കിട്ടിയതോ ബോണ്ടിന് മൊത്തമായിട്ട് വരുന്ന പ്രസൻറ്റ് വാല്യൂ അല്ലേ? നമ്മൾ നേരത്തെ ബോണ്ടിൻ്റെ പ്രൈസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്തില്ലേ? സമ്മേഷൻ ഓഫ് C ഡിവൈഡ് ബൈ 1 + R⁻² അല്ലേ? T + F ഡിവൈഡ് ബൈ 1 + R⁻n എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൻ്റെ വാല്യൂ ആണ് ഇത്. ക്ലിയർ? ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നു? അടുത്ത കോളമായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ, ഇൻഡിവിജ്വൽ ക്യാഷ് ഇൻഫ്ലോസിനെ, ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസിനെയും നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ടിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര പോർഷനാണെന്നറിയാം? ആകെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ എത്ര ശതമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇത്രയും രൂപ വർത്തായിട്ടുണ്ട്. ക്ലിയർ? അല്ലെങ്കിൽ ഇത്രയും രൂപയുടെ ബോണ്ടാണ് ഇതിന് വിലയുള്ളത്. ക്ലിയർ? അതിൽ 66 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര ശതമാനം കിട്ടുന്നു? ഫോർ എക്സാമ്പിൾ 6.38% ഇവിടെ കിട്ടുക. അപ്പോൾ 6%, അതുപോലെ ഇവിടെയും 6%, ഇവിടെ വരുമ്പോൾ 5.68% ഉള്ളൂ, ഇവിടെ വരുമ്പോൾ കൂടുതൽ. ക്ലിയർ? 81.91%. ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പ്രപ്പോർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന വാല്യൂ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ബോണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ബോണ്ട് കൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ക്യാഷ് ഇൻഫ്ലോസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രപ്പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ക്ലിയർ? ദാറ്റ് ഇൻറ്റു അടുത്ത കോളം എന്താ? ഈ കിട്ടിയിരിക്കുന്ന പ്രപ്പോർഷണൽ എമൗണ്ട് ഇൻറ്റു T. T എന്ന് പറയുന്നത് എന്താ? ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ്? 1, 2, 3, 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ റോല് ഈ എമൗണ്ടിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് തന്നെ കിട്ടും. രണ്ടാമത് ചെയ്യുമ്പോഴോ ഇൻറ്റു 2, ദിസ് ഇൻറ്റു 2. ക്ലിയർ? സമൻ ഇത്രയും വാല്യൂ കിട്ടും. ഇൻറ്റു 3, ഇതേ ഇൻറ്റു 3, അപ്പോൾ എത്ര കിട്ടും? ഈ വാല്യൂ കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ ഇതേ ഇൻറ്റു 4, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ക്ലിയർ? ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ എല്ലാം സമ്മേഷൻ എടുക്കും. ക്ലിയർ? ദി സമ്മേഷൻ വിൽ ബി ഈക്വൽ ടു ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട്. സോ വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ? വി ഹാവ് obtained 3.6313 അല്ലേ? 3.6313 അല്ലെങ്കിൽ 3.6 എന്ന് നമുക്ക് പറയാം. 3.6 ഇയേഴ്സ്. ബോണ്ട് ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഇയേഴ്സിലാണ്. ക്ലിയർ? നമ്മൾ എന്ത് പറയാനേ? 3.6
6 ക്ലിയർ ഇയേഴ്സ്. അപ്പോൾ 4 വർഷം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ബോണ്ട്, ക്ലിയർ, ഇത് മെച്യൂരിറ്റി പീരീഡാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാ? 3.6. അതിൻ്റെ അർത്ഥം എന്താ? 4 വർഷത്തേക്ക് മെച്യൂരിറ്റി ഉള്ളൊരു ബോണ്ട് 6% റിക്വയർഡ് റേറ്റും 7% ഇൻട്രസ്റ്റ് നമുക്ക് കൂപ്പണും കിട്ടുകയാണെങ്കിൽ 3.6 വർഷം കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസും കിട്ടും. ക്ലിയർ? അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പൈസ മുഴുവൻ കിട്ടുന്നു എന്നതിൻ്റെ ആ പീരീഡാണ് വെയ്റ്റഡ് ആവറേജ് പീരീഡ്. ക്ലിയർ? required from a bond or weighted average period of a bond, clear, that is required for getting back, receiving back all the expected cash flows from a bond. ഒരു ബോണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ക്യാഷ് ഫ്ലോസും കിട്ടാൻ അല്ലേ ഉള്ള കാലയളവ്, ദ ലൈഫ് സ്പാൻ ഓർ ദി ടൈം പീരീഡ്, വെയ്റ്റഡ് ആവറേജ് പീരീഡ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബോണ്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ കുറവായിട്ടുള്ള ഒരു ബോണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. മെച്യൂരിറ്റി പീരീഡിനേക്കാളും കുറവായിട്ടുള്ള ഒരു ബോണ്ട് എളുപ്പത്തിൽ അത് റിയലൈസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ നമുക്ക് നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഒക്കെ ഉപയോഗിക്കും. അതുകൊണ്ടൊരു ബോണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബോണ്ട് ഡ്യൂറേഷൻ ഈക്വൽ ടു അല്ലേ ഫോർമുല രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടൈം അഡ്ജസ്റ്റഡ്, എന്താണ്? ടൈം അഡ്ജസ്റ്റഡ് PV of cash inflows divided by present value of bond, PV of bond, or അതിനെന്ത് പറയാം? നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫോമിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക? ഡ്യൂറേഷൻ ഈക്വൽ ടു ടൈം അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ബോണ്ട് ഓർ പ്രസന്റ് വാല്യൂ ഓഫ് ബോണ്ട്. ക്ലിയർ? അതെങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുക? ഇതിൽ കോളം ഒന്നും മാറ്റമില്ല, ചെറിയ 1-2 മാറ്റങ്ങളേ ഉള്ളൂ. ഇയർ കോളം അതേപോലെ വേണം, ക്യാഷ് ഇൻഫ്ലോ കോളം അതേപോലെ വേണം, PVF അതേപോലെ വേണം, അതുപോലെ PV പ്രസന്റ് വാല്യൂ അതേപോലെ വേണം. ഇവിടെ PVയുടെ അവിടെ വരുന്ന ശേഷം നമ്മൾ ചെറിയ മാറ്റം വരുത്തും. ക്ലിയർ? എന്താ മാറ്റം വരുത്തേണ്ടത്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? PV × T ചെയ്താൽ മതി, PV × T. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു കോളം ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ക്ലിയർ? ഇത് ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരിക? നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ കോളത്തിന് പകരമായിട്ട് ഇവിടെ വരാം. എന്തൊക്കെയാണ് വരിക? 66.01 പ്രസന്റ് വാല്യൂ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സോ 66.601 ഇതാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റഡ്. ക്ലിയർ? ഇൻറ്റു PV. ക്ലിയർ? PV × ടൈം. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ×1 ആണ് ആദ്യത്തെ വർഷം. അപ്പോൾ ടൈം ചേർക്കുമ്പോൾ എത്ര വരും? അതേ വാല്യൂ തന്നെ കിട്ടും, 66.01. ക്ലിയർ? അടുത്ത് രണ്ടാമത്തെ വരുമ്പോഴോ 62.30 × 2. ഇപ്പോൾ എത്ര കിട്ടുക? 124.60, 124.60. ക്ലിയർ? മൂന്നാമത് വരുമ്പോൾ എന്ത് വരും? 58.80 × 3. സോ 176.4. ക്ലിയർ? അടുത്ത് വരുമ്പോൾ എത്ര വരും? 847.44 × 4 അല്ലേ? T എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 3389, 3389. ക്ലിയർ? 0.76. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും കൂടെ എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ എടുത്താൽ മതി. ഇപ്പോൾ വാല്യൂസ് ഇതിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മേഷൻ എത്രയാണ് കിട്ടും. ക്ലിയർ? ടൈം അഡ്ജസ്റ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. സേ ഫോർ എക്സാമ്പിൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് നോക്കൂ. 3756.77 ഇതിൻ്റെ സമ്മേഷൻ കിട്ടുക. 3756.77. ഏത് ചെയ്ത് കഴിഞ്ഞാൽ? ടൈം അഡ്ജസ്റ്റ് ക്യാഷ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ 3756.77 ടൈം അഡ്ജസ്റ്റ് ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നേരത്തെ കിട്ടിയത് 1034 അല്ലേ? 1034.56 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6313 തന്നെ കിട്ടും. ക്ലിയർ? 3.6 അല്ലെങ്കിൽ 3.63 തന്നെ കിട്ടും.
ഓക്കെ, അപ്പം അങ്ങനെ ഫോമുല ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ 2 കോളം ഒഴിവാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പം അങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ രണ്ടിലും ചെയ്ത് നോക്കുക ആദ്യത്തെ തവണ. പിന്നീട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ക്ലിയർ, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ ബോണ്ട് ഡ്യൂറേഷൻ്റെ ക്വസ്റ്റ്യൻ പ്രോബ്ലമായിട്ട് വന്നിരുന്നു. കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പിലുള്ള വർഷം. അപ്പോൾ അതുകൊണ്ട് ബോണ്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡിലൂടെ ചെയ്യും. ഇപ്പോൾ രണ്ടിലും ചെയ്ത് പരിശീലിക്കുക. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ബോണ്ട് ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിൽ ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 2-3 ഇല്ലുസ്ട്രേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോണ്ട് ഡ്യൂറേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ടെക്സ്റ്റ് നിന്നോ നോക്കി എന്ത് ചെയ്യുക, ബോണ്ട് ഡ്യൂറേഷന് അതുപോലെ തന്നെ മറ്റുള്ള പ്രോബ്ലംസ് അല്ലേ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രോബ്ലം ഏരിയാസിൽ എന്തൊക്കെയാണ് പ്രോബ്ലം? നമ്മൾ ബോണ്ടിൻ്റെ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കറണ്ട് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, ഈൽഡ് ടു കോൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ, ബോണ്ടിൻ്റെ പ്രൈസ്, ഓക്കെ, റിഡീമബിൾ ബോണ്ടിൻ്റെ പ്രൈസ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ഇറഡീമബിൾ ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ. ക്ലിയർ? ഇപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.